ഹായ് ഹലോ നമസ്കാരം, ഷാനുവാണ്. സത്യം പറഞ്ഞാൽ ഈ പ്രാവശ്യത്തെ ഇലക്ഷനിൽ ഞാൻ ഒരുപാട് നോക്കിയിരുന്നു 1-2 മണ്ഡലങ്ങൾ. ഒന്ന് നമ്മുടെ വടകര ആര് ജയിക്കുമെന്ന് ഇങ്ങനെ നോക്കിയിരുന്നു. അത് ടീച്ചർ ജയിക്കണം എന്നൊരു ചെറിയ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും ഷാഫി ജയിച്ചാലും ഓക്കെ ആയിരുന്നു, അതിൽ വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ 1-2 മണ്ഡലം, ഒരു മണ്ഡലം എനിക്ക് അവരുടെ പേരറിയത്തില്ല കേട്ടോ. എപ്പോഴും റീൽസ് ഒക്കെ തുറക്കുന്നവരുടനെ എപ്പോഴും ഈ അമ്പ് ഇങ്ങനെ വിട്ടിട്ട് പള്ളിയുടെ നേരെയൊക്കെ ഈ അമ്പ് ഇങ്ങനെ വിട്ട് നിൽക്കുന്ന ഒരു സ്ത്രീ, അവർ വിജയിച്ചു തോറ്റോ എന്നുള്ള അമാന്തിക്കണ്ട 3 ലക്ഷത്തിൽ പരം വോട്ടുകൾക്ക് തോറ്റിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് കോളിളക്കം സൃഷ്ടിച്ച അയോധ്യയിൽ നമ്മൾക്കറിയാം, ബാബരി മസ്ജിദ് പള്ളി പൊളിച്ച സ്ഥലത്ത് പണിഞ്ഞ അയോധ്യ നിൽക്കുന്ന മണ്ഡലത്തിൽ കാര്യം ഏറ്റവും വലിയ വികസനമാക്കി BJP കൊണ്ടുവന്ന ഒരു സംഭവം. അവിടെ BJP ജയിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊരു നോട്ടം. കാര്യം എന്ന് പറഞ്ഞാൽ അവിടത്തേക്ക് പോകുന്ന വഴികളിലൊക്കെ ഉണ്ടായിരുന്ന ഹിന്ദുക്കളുടെ വീടും അതുപോലെ തന്നെ കടകളൊക്കെ അടിച്ചു പൊടിച്ചിട്ട് ഒരു വഴിയൊക്കെ ഉണ്ടാക്കിയായിരുന്നു. അപ്പൊ അന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഇവരിനി തീർച്ചയായിട്ടും BJP സപ്പോർട്ട് ചെയ്യുമോ ഇല്ലയോ എന്നൊക്കെ. അവിടുത്തെ കാര്യവും ഏകദേശം തീരുമാനമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ തുറുപ്പുചീട്ടായിരുന്നു അയോധ്യയിൽ ബാബറി മസ്ജിദ് തകർത്തിടത്ത് നിർമ്മിച്ച രാമക്ഷേത്രം. നിർമ്മാണം പൂർത്തിയാകും മുമ്പ് തന്നെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ പ്രാണപ്രതിഷ്ഠ നടത്തുകയും അത് രാജ്യമെങ്ങും വലിയ ആഘോഷമാക്കി മാറ്റുകയും ചെയ്തു. തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിലും രാമക്ഷേത്രം ഉയർത്തിക്കാട്ടി BJP നേതാക്കൾ വോട്ട് തേടി. ഇതുകൂടാതെ പ്രതിപക്ഷത്തിന് നേരെ വിദ്വേഷ പ്രചാരണം നടത്താനും രാമക്ഷേത്രത്തെ മോദിയടക്കം ഉപയോഗിച്ചു. കോൺഗ്രസും SP-യും അധികാരത്തിലെത്തിയാൽ ബുൾഡോസർ കയറ്റി രാമക്ഷേത്രം തകർക്കുമെന്ന് വരെ മോദി പ്രസംഗിച്ചു. എന്നാൽ രാമക്ഷേത്രവും മോദിയുടെ വിദ്വേഷ പ്രസംഗവുമെല്ലാം അയോധ്യ ഉൾപ്പെട്ട ഫൈസാബാദ് മണ്ഡലത്തിൽ BJP-യെ തുണച്ചില്ല. ഇവിടെ സമാജ്വാദി പാർട്ടിയുടെ അവധേഷ് പ്രസാദാണ് 54,567 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചത്. സിറ്റിംഗ് MP ആയിരുന്ന BJP-യുടെ ലല്ലു സിംഗിനെയാണ് അദ്ദേഹം പരാജയപ്പെടുത്തിയത്. 9 തവണ MLA ആയിരുന്ന അവധേഷ് പ്രസാദ് സമാജ്വാദി പാർട്ടിയുടെ ദലിത് മുഖമാണ്. ഇതൊരു ചരിത്ര വിജയമാണെന്ന് അവധേഷ് വ്യക്തമാക്കി. തന്നെ ജനറൽ സീറ്റിലാണ് അഖിലേഷ് യാദവ് മത്സരിപ്പിച്ചത്. ജാതിയും സമുദായവും നോക്കാതെ ജനങ്ങൾ തന്നെ പിന്തുണച്ചു. തൊഴിലില്ലായ്മ, വിലക്കയറ്റം, ഭൂമി ഏറ്റെടുക്കൽ എന്നിവയ്ക്ക് പുറമെ ഭരണഘടന തിരുത്തുമെന്ന പ്രസ്താവനയെല്ലാം BJP-യുടെ അസാധാരണ പരാജയത്തിന് കാരണമായെന്നും അവധേഷ് പ്രസാദ് വ്യക്തമാക്കുന്നു. ഭരണഘടനാ ഭേദഗതി ചെയ്യാൻ തങ്ങൾക്ക് 400 സീറ്റ് വേണമെന്ന് BJP സ്ഥാനാർത്ഥി ലല്ലു സിംഗ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ പറഞ്ഞിരുന്നു. ഇത് ജനങ്ങൾക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. രാമക്ഷേത്രം വോട്ടായി മാറിയില്ലെന്ന് അയോധ്യയിലെ BJP പ്രവർത്തകർ തന്നെ സമ്മതിക്കുന്നുണ്ട്. ഞങ്ങൾ കഠിനാധ്വാനം ചെയ്തു, ഇതിനായി ഞങ്ങൾ പോരാടി. പക്ഷേ രാമക്ഷേത്രവും പ്രാണപ്രതിഷ്ഠയും വോട്ടായി മാറിയില്ല. BJP-യുടെ കൗണ്ടിംഗ് ഏജന്റായിരുന്ന ലക്ഷ്മികാന്ത് തിവാരി നിരാശ പങ്കുവെക്കുന്നത് ഇങ്ങനെയാണ്. പ്രാദേശിക പ്രശ്നങ്ങളാണ് ചർച്ചയായത്. ക്ഷേത്രത്തിനും എയർപോർട്ടിനും സമീപത്തായി ഭൂമി ഏറ്റെടുക്കുന്ന നടപടിക്കെതിരെ അയോധ്യയിലെ പല ഗ്രാമങ്ങളിലും വലിയ രോഷമുണ്ട്. കൂടാതെ അവധേഷ് പ്രസാദ് ദളിത് നേതാവായതിനാൽ BSP-യുടെ വോട്ടും SP-ക്ക് ലഭിച്ചുവെന്നും തിവാരി കൂട്ടിച്ചേർത്തു. രാമക്ഷേത്രത്തിന്റെ പ്രൗഢി പുറത്തുള്ളവരെ ആകർഷിച്ചിട്ടുണ്ടാകുമെന്നും എന്നാൽ ഇവിടെയുള്ളവർ തങ്ങൾക്കുണ്ടായ അസൗകര്യത്തിൽ അസംതൃപ്തരാണെന്നും മറ്റൊരു BJP പ്രവർത്തകനായ അരവിന്ദ് തിവാരി പറഞ്ഞു. വളരെ കുറച്ച് അയോധ്യ നിവാസികൾ മാത്രമാണ് ക്ഷേത്രത്തിൽ പോകുന്നത് എന്നതാണ് വസ്തുത. ഇവിടെ വരുന്ന ഭക്തരിൽ ഭൂരിഭാഗവും പുറത്തുനിന്നുള്ളവരാണ്. ഞങ്ങളും രാമനെ ആരാധിക്കുന്നുണ്ട്. എന്നാൽ നിങ്ങൾ ഞങ്ങളുടെ ഉപജീവന മാർഗം എടുത്തുകളഞ്ഞാൽ എങ്ങനെ ജീവിക്കാനാകും? രാംപഥിന്റെ നിർമ്മാണ സമയത്ത് നാട്ടുകാർക്ക് കടകൾ അനുവദിക്കുമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നു. എന്നാൽ അതുണ്ടായില്ലെന്നും അരവിന്ദ് തിവാരി പറഞ്ഞു. ലല്ലു സിംഗിനെതിരെ വലിയ രീതിയിലുള്ള ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നുവെന്ന് പ്രദേശവാസിയായ മുഹമ്മദ് ഇസ്രായേൽ ഗോസി പറയുന്നു. അദ്ദേഹം അയോധ്യയിലെ ജനങ്ങൾക്കായി ഒന്നും ചെയ്തിട്ടില്ല. എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം പുറത്തുള്ളവർക്കാണ്. അയോധ്യയിലെ സ്വന്തം ജനങ്ങൾക്കായി പ്രവർത്തിക്കാൻ BJP മറന്നുപോയി. കൂടാതെ ഭരണഘടന തിരുത്താൻ BJPക്ക് 400 സീറ്റ് വേണമെന്ന് പറയുകയും ചെയ്തു. അത് ജനങ്ങളെ ക്ഷുഭിതരാക്കി. താൻ അജയ്യനാണെന്നായിരുന്നു ലല്ലു സിംഗിന്റെ വിചാരം. പക്ഷേ ജനാധിപത്യം അത്ഭുതങ്ങൾ കാണിക്കുമെന്ന് അദ്ദേഹം മറന്നുപോയെന്നും ഇസ്രായേൽ ഗോസി വ്യക്തമാക്കി. രാമക്ഷേത്രത്തിന്റെ പേരിൽ BJP ജനങ്ങളെ വഞ്ചിക്കുകയായിരുന്നുവെന്ന് സമാജ്വാദി പാർട്ടി വക്താവ് പവൻ പാണ്ഡെ പറഞ്ഞു. അവർ രാമന്റെ പേരിൽ ബിസിനസ് നടത്തി, അതിനവരെ പുറത്താക്കി രാമൻ തക്കതായ ശിക്ഷ നൽകിയെന്നും പവൻ പാണ്ഡെ പറഞ്ഞു. BJP തോറ്റിട്ടുണ്ട്. അപ്പോ രാമൻ പോലും BJP പിന്തുണച്ചില്ലെന്നാണ് ചുരുക്കം പറഞ്ഞ അർത്ഥം.